ഹലോ ഗായ്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ATMൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ATMിൽ നിന്ന് പൈസ എടുക്കാൻ നിൽക്കുക. ഞങ്ങളുടെ സ്വന്തം പൈസ ഇല്ല കേട്ടോ, ഞങ്ങളുടെ അമ്മയുടെ പൈസയാണ്. ആ പൈസ എടുത്തുകൊണ്ട് ഞങ്ങളിനി നേരെ പത്തനംതിട്ടയ്ക്ക് പോകും. പത്തനംതിട്ടയ്ക്ക് പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ സാധിക്കാനുണ്ട്. ഒന്ന്, അമ്മയുടെ ലോൺ അടയ്ക്കണം. രണ്ടാമത്തേത്, എനിക്ക് കുഞ്ഞുങ്ങളെ ഒന്ന് ആശുപത്രി കാണിക്കണം. അങ്ങനെ 2-3 കൂട്ടം കുഞ്ഞു കാര്യങ്ങളുണ്ട്. അതിന് വേണ്ടി പോകാൻ നിൽക്കുക. ഇത് ഞങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡും ബസ് സ്റ്റാൻഡുമാണ്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ നല്ല വിശാലമായൊരു വെയിറ്റിംഗ് ഷെഡുണ്ട്. അവിടെ കയറി കുറച്ച് നേരം ഞങ്ങളിരുന്നു. 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് അണ്ണനൊരു ചായയും പിള്ളേർക്ക് എന്തോ കുർക്കുറോ ഏതാണ്ട് വാങ്ങിച്ചു കൊടുത്ത് അവരും അത് കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. കുഞ്ഞിപ്പെണ്ണും അണ്ണനും ആദ്യം എല്ലാം കഴിച്ചുകൊണ്ടും ചായ കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അവിടെ തീറ്റയുണ്ട്. ഇവയ്ക്ക് ഈ എരിയുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. മധുരത്തെക്കാട്ടി കൂടുതലവർക്ക് ഇഷ്ടം ഈ എരിയുള്ള സാധനങ്ങൾ. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബസ് വന്നു. ഞങ്ങൾ ബസ്സിന് കയറി നേരെ പോയി. അതിന് മുന്നേ അണ്ണൻ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും കുഞ്ഞുങ്ങളും കൂടെ നേരെ പത്തനംതിട്ടയ്ക്ക് പോവാം. അവൾ ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കിയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളങ്ങ് ചെന്നു. നടന്നു പോകാനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നേരെ ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ ആദ്യമേ അമ്മയുടെ ലോൺ അടയ്ക്കാൻ പോകാമെന്ന് വിചാരിച്ച് നേരെ ഞങ്ങൾ ഈ വെയിലായതുകൊണ്ട് ഓട്ടോയ്ക്ക് പോവുക. നേരെ അമ്മയുടെ ലോൺ അടയ്ക്കുന്ന സ്ഥലത്തേക്ക് പോവുക. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് വേണം അവരെ ആശുപത്രി കാണിക്കണേ. അപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരം ഉള്ളായിരുന്നു. ഓട്ടോയ്ക്ക് ചെന്ന് അമ്മയുടെ ലോൺ അടയ്ക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ വലിയ തിരക്ക് കാണാനുള്ള സാധ്യതയില്ല, കാരണം അവിടുത്തെ പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്ഥാപനമാണ്. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥാപനമാണ്. അപ്പം അവിടെ ലോൺ അടച്ചിട്ട് തിരിച്ചിറങ്ങി വരുന്നിട്ട് നമുക്ക് ആശുപത്രിയിലും പോയിട്ട് നേരെ നമുക്ക് വീട്ടിൽ വരണം. അപ്പോൾ ലോണൊക്കെ അടച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ടല്ല ആശുപത്രിയിൽ പോകണം. ആശുപത്രിയിലോട്ട് പോരാനൊക്കെ ഇങ്ങനെ താഴ്ത്തിറങ്ങി വന്ന് നോക്കിയപ്പം ഏതായാലും അവിടെ ഒരു ഓട്ടോ കിട്ടി. ആ ഓട്ടോയ്ക്ക് ഞങ്ങൾ നേരെ ആശുപത്രിയിൽ പോയി. ആശുപത്രി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഡോക്ടറെ കാണാനും കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. എല്ലാത്തിനും നല്ലപോലെ തിരക്കും കാര്യങ്ങളുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞ് വിശന്ന് ഒരു പരുവായിട്ടുണ്ടായിരുന്നു 2 പേരും. അപ്പം അവിടുന്ന് ഓട്ടോ കിട്ടാതെ പിന്നെ ഞങ്ങൾ നടന്ന് ബസ് സ്റ്റാൻഡ് വരെ ഞങ്ങൾ നടക്കുമായിരുന്നു. ഭയങ്കര വെയിലും ഒക്കെ ആയിരുന്നു. നടന്ന് ഏതായാലും ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ വന്നു. എൻ്റെ ആദ്യമാണെങ്കിൽ നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ആശുപത്രി കൊണ്ടുപോയതും കൊണ്ടുപോകാത്തതും ഒരുപോലായിപ്പോയി. പിന്നെ ക്ഷീണത്തിന് ഞാൻ അവനൊരു ലിച്ചി ജ്യൂസും ഒരു മുട്ട പപ്സും വാങ്ങിച്ചു കൊടുത്തു. ഞാനും ഒരെണ്ണം കഴിച്ചു, അവനും വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയിരുന്നു. പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. വൈകുന്നേരം എണ്ണം വന്നപ്പോൾ ഞങ്ങൾ പെട്രോൾ പമ്പിൽ പെട്രോളൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ നേരെ ആങ്ങമൂഴി കോട്ടവമ്പാറ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോവാം. രാവിലെ തീരുമാനിച്ച് വെച്ച ഒരു പോക്കായത്. അപ്പം വേറൊന്നിനുമല്ല, ഒരു ചെറിയൊരു കേക്ക് വാങ്ങിക്കണം. ഇന്നെൻ്റെ കെട്ടിയവൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഒരു കേക്കിന് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ ചെല്ലാൻ പറഞ്ഞു. ഇതവിടുത്തെ മോൾ എഴുതുന്നത്. ആ ചേച്ചിയെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിച്ച് ചേച്ചി വീഡിയോ എടുത്ത് വെച്ച് എഴുതുന്നതിൻ്റെ ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞാൽ ചേച്ചി പെങ്കൊച്ച് സ്കൂളിൽ നിന്ന് വന്നപ്പോഴെങ്ങാണ്ട് അതിനെയും കൊണ്ട് എഴുതിപ്പിച്ച് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് ചേച്ചി വെച്ചിരുന്നു. ഞാൻ ചെന്നപ്പം എൻ്റെ വാട്സപ്പിൽ എനിക്ക് കിട്ടുന്നു. നല്ലപോലെ കേക്ക് ഉണ്ടാക്കും കേട്ടോ ചേച്ചി, നല്ല സൂപ്പർ, നല്ല രുചിയായി ചേച്ചി ഉണ്ടാക്കുന്ന കേക്ക്. ഞങ്ങളിപ്പോൾ 3-4 ട്രിപ്പായിട്ട് ചേച്ചിയുടെ നിന്ന് കേക്ക് വാങ്ങിക്കുന്നുണ്ട്. നല്ല ഡിസൈനും അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടും ഉണ്ടാക്കും. പിന്നെ നല്ല രുചിയുമാണ്. നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് കഴിക്കാം. ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന കേക്ക് ഈ ഒരു മോഡലായിരുന്നു. ഏത് മോഡൽ വേണമെങ്കിലും ചേച്ചി ഉണ്ടാക്കി തരും കേട്ടോ. ഏത് തീം പറഞ്ഞാലും ചേച്ചി ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ അവരുടെ ഒരു കാർഡിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ അവരുടെ ഫോൺ നമ്പറും ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കേക്ക് ആ നമ്പറിൽ വിളിച്ചേച്ചാൽ മതി. നല്ല വിശ്വാസത്തോടെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന് ചെറിയൊരു കേക്കായിരുന്നു അത്. ഞങ്ങൾ 4 പേര്, ഞാനും പിള്ളേർ 2 പേരും അണ്ണനും, ഞങ്ങളുടെ ലോകം അത്. ഞങ്ങൾക്ക് അപ്പുറം ഇപ്പുറം വേറെ ആരുമില്ല. അപ്പം ഞങ്ങൾ ചെറിയ കേക്കൊക്കെ മുറിച്ച് ഇത് ഇങ്ങനത്തെ ഒരു ആഘോഷത്തിൻ്റെ ഒരു ഇതേ ഞങ്ങൾക്ക് 2 പേർക്കില്ല. കാരണം എൻ്റെ പിറന്നാൾ ആഘോഷിക്കത്തില്ല, അണ്ണൻ്റെയും പിറന്നാൾ ആഘോഷിക്കത്തില്ല. പിന്നെ പിള്ളേർ പറഞ്ഞത് കൊണ്ട് ഒരു കേക്ക് വാങ്ങിച്ചെണ്ണം കട്ട് ചെയ്യുക. ഞങ്ങൾ 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വായി വെച്ച് തീർത്തു ആ കേക്ക്. ഇത് മൊത്തം തിന്നില്ല, കുറച്ച് ബാക്കിയിരിപ്പുണ്ട്. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ പിറന്നാൾ ആഘോഷം. അല്ലാതെ വലിയ ആഘോഷമായിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നുമില്ല. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് കേക്ക് വാങ്ങിച്ചത് കട്ട് ചെയ്തത്. അല്ലെങ്കിൽ അണ്ണൻ ഇങ്ങനത്തെ ഒരു പരിപാടിയേ അണ്ണൻ്റെ നിഘണ്ടുവിലില്ലാത്ത. പിന്നെ നാളെ ഇതിൻ്റെ പകുതി പിള്ളേർക്ക്, നമ്മുടെ അടുത്ത പിള്ളേർക്കൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അണ്ണൻ എന്തോ ചൂണ്ടയിടാനോ കാര്യങ്ങൾക്കൊക്കെ പോകണം. അണ്ണൻ അങ്ങനെ പോകും.
പിന്നെ ഞാനും പിള്ളേരും സാധാരണ പോലെ അണ്ണ വരുന്നത് വരെ ഞങ്ങൾ തന്നെ ഇരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.